ഹലോ, എല്ലാവർക്കും നീതിയസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്സ് മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ലണ്ടനിലെ കുറച്ച് കാഴ്ചകളാണ്. നമ്മൾ ഈ ഒരു ക്രിസ്മസ് വെക്കേഷനിൽ ലണ്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ലണ്ടൻ ബ്രിഡ്ജിലാണ്. ലണ്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ലണ്ടൻ ബ്രിഡ്ജല്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലാണ് ആദ്യം നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയത്. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ കാണുന്ന ലണ്ടൻ ബ്രിഡ്ജ് ആക്ച്വലി ലണ്ടൻ ടവർ ബ്രിഡ്ജാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. റിവർ തെയിംസിൻ്റെ മുകളിൽ കൂടിയുള്ള ഈ ഒരു പാലം, ആ ഒരു ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ്. മറ്റത് ലണ്ടൻ ടവർ ബ്രിഡ്ജാണ് കേട്ടോ. അത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഈ കാണുന്ന ആ ഒരു പാലമാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നിവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒഴുകുന്നത് റിവർ തെയിംസ് ആണ്. തെയിംസ് നദിയുടെ മുകളിലുള്ള ഈ ഒരു പാലം ലണ്ടൻ ബ്രിഡ്ജ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് ഉള്ളത്. അതാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്, അതല്ലെങ്കിൽ വീഡിയോസിലും ഫോട്ടോസിലും ലണ്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ആ ഒരു പാലം. അതും ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഈ തെയിംസ് നദിയുടെ മുകളിൽ കൂടിയുള്ള ഒരു പാലമാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ചെന്നിറങ്ങിയത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടി അടച്ച് ഏകദേശം ഒരു 11 മണിയോടെ നമ്മൾ അവിടെ എത്തി. ആ ഒരു ടൈമിൽ തന്നെ നല്ല മഴയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ പോയത് ആക്ച്വൽ ലണ്ടൻ ബ്രിഡ്ജ്, നമ്മൾ സിനിമയിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജ്, ലണ്ടൻ ടവർ ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ ദാ ക്ലൈമറ്റ് ചെറുതായിട്ട് മാറി മാറി വരുന്നുണ്ട്. ആകാശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ഒരു കാസിൽ പോലത്തത് കാണാം കേട്ടോ. അത് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അവിടെയാണ് പോകുന്നത്. അത് ഈ ടവർ കാസിലാണ്. അങ്ങ് ദൂരെ കാണുന്നില്ല ഒരു കാസിൽ പോലെ. നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ലൊരു റെയിൻബോ ഉണ്ട് കേട്ടോ. അതുകൂടി ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. കാണുന്നില്ലേ? കണ്ട, അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് വെക്കേഷൻ ടൈമിലാണ്. പക്ഷേ ഓൾമോസ്റ്റ് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് പോയത്. എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതാ നല്ലൊരു വ്യൂ ആയിരുന്നു. റെയിൻബോയും ആ നദിയും ലണ്ടൻ ബ്രിഡ്ജും എല്ലാം ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ആളുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസും വീഡിയോ ഷൂട്ടും ഒക്കെ നടക്കുന്നത്. അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു തിരക്കൊക്കെ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നല്ല വെതറായിരുന്നു കേട്ടോ. അത്യാവശ്യം സണ്ണി ആയിരുന്നു, ക്ലിയർ സ്കൈ ആയിരുന്നു, നല്ല വെതറായിരുന്നു. തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത വെതറായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല തിരക്കാണ് കേട്ടോ. ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കില്ല, ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ, അങ്ങനെ രീതിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെയാണ് നമ്മളുടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നടക്കുന്ന ആ ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്തേക്ക് പോകണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി ആ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് ആ കാണുന്ന ക്യാസിലുണ്ടല്ലോ, ജസ്റ്റ് അതുകൂടി ഒന്ന് അടുത്ത് പോയി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇതാണ് ടവർ ബ്രിഡ്ജ്. നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ദൂരെ കണ്ട ആ ഒരു പാലം ഉണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ് ടവർ. 2 ടവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ്. അപ്പോൾ അതാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് കൂടി നമുക്ക് ആ ബ്രിഡ്ജ് നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. നേരത്തെ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പാർട്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തിരുന്നത്. അത് റൈറ്റ് സൈഡിൽ ടവർ കാസിലും നമുക്ക് കാണാം. ഇതാ മുകളിൽ കൂടി 2 ഇത് പോകണം, 2 ജോയിൻ ചെയ്ത് കാസിലിന് ജോയിൻ ചെയ്ത് പോകണ്ട. അവിടെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. പക്ഷേ ഞങ്ങളെ കയറിയില്ല, കാരണം അത്രയ്ക്ക് ക്യൂ ആയിരുന്നു ടിക്കറ്റ് എടുക്കാൻ. അവിടെ കയറണമെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ അവിടെ തന്നെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൽ കയറിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചത് ആ ഒരു ക്യാസിലുണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അതും ഇവിടുത്തെ അതിൻ്റെ ഇടയ്ക്ക് നിധിക്കുട്ടി ഓടിക്കളിക്കുന്നുണ്ട്. നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറില്ലേ, അപ്പോൾ ആ ഒരു ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇതിനുള്ളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലാണ് ക്വീൻ എലിസബത്തിൻ്റെ ക്രൗൺ, അതുപോലെ തന്നെ ജുവൽസ്, കോഹിനൂർ, ഡയമണ്ട് ഒക്കെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കയറുക എന്നുള്ളതൊരു വർത്ത് സീയിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കത് കയറാൻ പറ്റിയില്ല. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടത്തേക്ക് മാത്രമായിട്ട് വരേണ്ടി വരും കേട്ടോ ഒരു ദിവസം. കാരണം എന്നാലേ നമുക്ക് ആ ഒരു ടൈം കിട്ടുള്ളൂ. അത്രയും ക്യൂ ഒക്കെ നിന്ന് അതിനുള്ളിൽ കയറി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും ആ ടവർ ബ്രിഡ്ജിന് മുകളിൽ നിന്നുള്ള ഓപ്പോസിറ്റ് സൈഡിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട്
നേരെ പോയത് ലണ്ടൻ ഐ കാണാനാണ് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നും ഒരു 30 to 35 മിനിറ്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ദൂരം. നമ്മളിങ്ങോട്ട് ബസ്സിലാണ് വന്നത്. വാക്കബിൾ ഡിസ്റ്റൻസ് അല്ല, നമ്മൾ ബസ് എടുത്താൽ ഒരു 30 to 35 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ലണ്ടൻ ഐയിലെത്താം. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇതിനുള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പം നമ്മൾ ജൈൻ വീൽ ഉണ്ടല്ലോ, അതിൻ്റെ വലിയൊരു വെർഷൻ, അതാണ് ലണ്ടൻ ഐ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് എടുത്തിരിക്കണം. ടിക്കറ്റ് എടുത്താൽ തന്നെ നല്ല ക്യൂ നിന്നിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്തവരുടെ ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇവരൊക്കെ എപ്പോൾ അതിലുള്ളിൽ കയറും എന്നുള്ളത് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാനുള്ള ആ ഒരു ക്യൂ ആണ് നമ്മൾ കാണുന്നത്. ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എടുക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടില്ല. ഓൺലൈനായിട്ട് നമുക്കിതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ വന്ന് എടുക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ. നമുക്ക് എക്സസൈസിനും അതുപോലെ തന്നെ ഒരു പ്ലേ ഏരിയയൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്കുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാനതൊട്ട് വീഡിയോ എടുത്തതുമില്ല. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ റൈഡ്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കൂടുതലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പോലുള്ള ഇതാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം നിധിക്കുട്ടി അവിടെയൊക്കെ കളിച്ചു. കുറച്ച് നേരം ഹാഫ് ആൻ അവർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലണ്ടനിൽ നിന്നുള്ള അടിപൊളിയായിട്ട് കാണാം. ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ രാത്രിയാവാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നതുകൊണ്ട് പലർക്കും അറിയായിരിക്കും. വിൻ്റർ ടൈമിൽ ഇവിടെ അങ്ങനെയാണ്, ഒരു 3 മണി കഴിയുമ്പോഴേ രാത്രിയാവാൻ തുടങ്ങും. നേരം വെളുത്ത ഒരു സൂര്യൻ വരണമെങ്കിൽ ഒരു 8:30-9 മണിയാവും. 3 മണിയാവുമ്പോഴേ രാത്രിയാവും കേട്ടോ. ഡേ ടൈം വളരെ കുറവാണ് വിൻ്റർ ടൈമിൽ. അപ്പോൾ ലണ്ടൻ ഐക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പാർക്കിൽ നിന്നാൽ കാണാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ബിഗ് ബെൻ എന്ന് പറയുന്ന സംഭവം. നമ്മൾ ലണ്ടനിൽ നിന്ന് അടിക്കുമ്പോൾ ആദ്യം വരുന്ന ഫോട്ടോസിൽ വരുന്നതാണ് ബിഗ് ബെൻ, ആ ഒരു ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഇനിയപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നൊരു 8 മിനിറ്റ്സ് വാക്കാണ് ബിഗ് ബെന്നിലേക്ക് കാണുന്നത്. നമുക്ക് ലണ്ടൻ ഐയിൽ നിന്ന് കാണുമ്പോൾ അത് ദൂരെ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ലണ്ടൻ ഐയുടെ ഇടയ്ക്ക് കൂടി അത് കാണാൻ പറ്റും. ഞാൻ പക്ഷേ അവിടെ പറയാൻ മറന്നുപോയി. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലൊരു അടിപൊളി ലയണിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഞാൻ കണ്ടതാണ് നമ്മുടെ നാട്ടിലേക്ക് ചൂതുകളിയില്ല, അതുപോലൊരു ബോൾ വെച്ചിട്ട് ഇവരിങ്ങനെ മാറ്റി കളിക്കും. അങ്ങനൊരു കളി. നമ്മൾ ഏതിലാണ് ബോളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസ കിട്ടും. അങ്ങനെ ഒരു സംഭവം. അതൊക്കെ ഇവിടെ ലീഗലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് സ്ഥലത്ത് കണ്ടു ആ ഒരു വേയിൽ. അപ്പോൾ ആ ദൂരെ കാണുന്നത് ക്ലോക്ക് ടവറാണ് ബിഗ് ബെൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് ലണ്ടൻ ഐയുടെ നല്ലൊരു വ്യൂ കാണാം. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാനൊക്കെ. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ആ ലണ്ടൻ ഐ ഫുള്ളായിട്ട് കിട്ടും നമ്മളിവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ആ ഒരു ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും തേംസ് നദിയാണ്. കണ്ടോ, നല്ല തിരക്കാണ് ഫോട്ടോസ് എടുക്കാനും ഇത് കാണാനും ഒക്കെ ആയിട്ട്. ആ കാണുന്നതാണ് കേട്ടോ ബിഗ് ബെൻ എന്ന് പറയുന്ന സംഭവം. ഒരു ക്ലോക്ക് ടവറാണ്. 2012 മുന്നേ അതിനെ ക്ലോക്ക് ടവർ എന്ന് മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. 2012 ശേഷമാണ് അതിനെ ബിഗ് ബെൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് 4-phase ടൈമിംഗ് ക്ലോക്ക് ഇൻ ദ വേൾഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ലണ്ടൻ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.